നമസ്കാരം, നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. കൂറ്റനാട് മല റോഡിന് സമീപം ബൈക്കുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒരാൾക്ക് പരിക്ക്. വ്യാഴാഴ്ച രാവിലെ 9:15 അപകടം. കൂറ്റനാട് ഭാഗത്തു നിന്നും മല റോഡ് ഭാഗത്തേക്ക് വരികയായിരുന്നു ഇരു ബൈക്കുകളും. ഇതിനിടെ മുന്നിൽ പോകുന്ന ബൈക്ക് മല റോഡിലെ പെട്രോൾ പമ്പിലേക്ക് തിരിയാൻ ശ്രമിക്കുന്നതിനിടെ പുറകിൽ വരികയായിരുന്ന മറ്റൊരു ബൈക്ക് ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ ചാലിശ്ശേരി പെരുമണ്ണൂർ സ്വദേശി ശ്രീകുമാറിനെ പരിക്കുകളോടെ കൂറ്റനാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മഴ സമൃദ്ധിയുടെ കർക്കിടക മാസത്തിലും മെലിഞ്ഞൊഴുകുകയാണ് ഭാരതപ്പുഴ. ഈ കാലങ്ങളിൽ ഇരു കരയും മുട്ടിയൊഴുകിയിരുന്ന നിളയെ ഓർമ്മയിൽ മാത്രം അവശേഷിപ്പിച്ച് നീർച്ചാലായി ഒഴുകുകയാണെന്ന് ഭാരതപ്പുഴ. വെള്ളിയാങ്കല്ല് ജലസംഭരണിയിലെയും ജലനിരപ്പ് താഴ്ന്ന് മണൽത്തിട്ടകൾ പുറത്തു കാണുന്ന അവസ്ഥയിലാണ്. തടയണയുടെ പടിഞ്ഞാറ് വശത്ത് ഷട്ടറുകൾ ഉയർത്തിയിട്ടും നീർച്ചാലായി മാത്രമാണ് പുഴ ഒഴുകുന്നത്. നിലവിൽ ജലസംഭരണിക്കകത്തും പടിഞ്ഞാറ് വശത്തെ പുഴയിലുമെല്ലാം കന്നുകാലികൾ മേഞ്ഞു നടക്കുകയാണ്. മഴയും തടയണയിലെ ജലനിരപ്പും കുറഞ്ഞതോടെ കർഷകരും ആശങ്കയിലാണ്. മികച്ച പ്രതീക്ഷകളോടെ ഒന്നാം വിള ഇറക്കിയ നെൽ കർഷകർക്കാണ് ഇത് ഏറെ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. ഒന്നാം വിളയ്ക്ക് കർക്കിടകത്തിൽ നല്ല മഴ ലഭിക്കുമെന്നായിരുന്നു കർഷക പ്രതീക്ഷയെങ്കിലും മഴ കുറഞ്ഞതോടെ കതിരുകൾ ഉണങ്ങിപ്പോവുമെന്ന ആശങ്കയിലാണ് കർഷകർക്കിപ്പോഴുള്ളത്. നെൽ കർഷകർക്ക് പുറമെ മേഖലയിലെ കിഴങ്ങ് വർഗ്ഗ കർഷകർക്കും ഇതേറെ ബാധിക്കും. ഇത്തവണ ഒന്നാം വിള ഇറക്കിയ ശേഷം തുടർച്ചയായുള്ള മഴ മേഖലയിലെങ്ങും ലഭിച്ചില്ല. ഇടയ്ക്ക് ലഭിച്ച മഴയിലാണ് കർഷകർ വിതയും ഞാറ്റടിയും പൂർത്തിയാക്കിയത്. അതേസമയം വളപ്രയോഗത്തിന്റെ സമയത്ത് കാര്യമായ മഴ ലഭിക്കാത്തത് വീണ്ടും കർഷകർക്ക് തിരിച്ചടിയാവുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ രണ്ടാം വിള ഇറക്കുന്ന കാര്യം സംശയമാണെന്നാണ് കർഷകർ പറയുന്നത്. വൃഷ്ടിപ്രദേശങ്ങളിൽ മഴ കുറഞ്ഞതോടെ ഭാരതപ്പുഴയിലേക്കുള്ള നീരൊഴുക്കും ഗണ്യമായി കുറഞ്ഞു. ഇതോടെ വെള്ളിയാങ്കല്ല് തടയണയ്ക്കകത്തും ജലനിരപ്പ് താഴ്ന്നു. ജലസേചനത്തിനായി നിരവധി ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതികളുള്ള വെള്ളിയാങ്കല്ലിൽ ജലനിരപ്പ് താഴ്ന്ന് ജലസേചനത്തിന് തിരിച്ചടിയാവും. ഭാവിയിൽ പ്രദേശത്ത് രൂക്ഷമായ കുടിവെള്ള പ്രശ്നങ്ങൾക്കും ഇത് കാരണമാവും. വരും ദിവസങ്ങളിലും കാര്യമായ മഴ ലഭിച്ചാൽ മാത്രമേ ഇക്കാര്യത്തിൽ ശാശ്വത പരിഹാരമാവുകയുള്ളൂ. പട്ടാമ്പിയിലെ റോഡുകളുടെ തകർച്ച പരിഹരിക്കണമെന്നും അഴുക്കുചാൽ നിർമ്മാണം വേഗത്തിലാക്കണമെന്നും ഓട്ടോ ടാക്സി ടെമ്പോ ഡ്രൈവേഴ്സ് യൂണിയൻ CITU പട്ടാമ്പി മുനിസിപ്പൽ സമ്മേളനം ആവശ്യപ്പെട്ടു. CPM പട്ടാമ്പി ഏരിയ സെക്രട്ടറി T ഗോപാലകൃഷ്ണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഓട്ടോ ടാക്സി ടെമ്പോ ഡ്രൈവേഴ്സ് യൂണിയൻ CITU പട്ടാമ്പി മുനിസിപ്പൽ സമ്മേളനമാണ് പട്ടാമ്പി രാജസ്മാരകത്തിൽ വെച്ച് നടത്തിയത്. യൂണിയൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി MK പ്രദീപ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പിയിലെ എല്ലാ മാറ്റങ്ങളും എല്ലാ മുന്നേറ്റങ്ങളും ഇരിക്കുന്ന എല്ലാവരും കൂടി ശബ്ദമുണ്ടായിരുന്നു. നിങ്ങളുടെ കൂടി അഭിപ്രായം കേട്ടുകൊണ്ടാണ് കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി പട്ടാമ്പി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സഞ്ചാരങ്ങളിൽ ഉണ്ടായ മാറ്റങ്ങൾ ഇതെല്ലാവർക്കും ദൃശ്യവും നോക്കൂ. നിങ്ങൾ ശ്രദ്ധിച്ചത്, നമ്മളെല്ലാവരും ശ്രദ്ധിച്ചത് ഒരു കാരണവശാലും വ്യക്തിപരമായ കാര്യങ്ങളായില്ല, മറിച്ച് ദൈനംദിനമായി രാവിലെ മുതൽ വൈകുന്നേരം വരെ കാണുന്ന സഹപ്രവർത്തകരെ, നമുക്കിപ്പോൾ യാത്ര ചെയ്യുന്ന മനുഷ്യരുടെ, നമ്മുടെ നാട്ടുകാരുടെ, അങ്ങനെ തുടങ്ങി എവിടെയാണോ പ്രയാസമുള്ളത് ആ പ്രയാസങ്ങൾ കണ്ടറിഞ്ഞുകൊണ്ട് ആ പ്രയാസം പരിഹരിക്കാൻ വേണ്ടിയാണ് നമ്മൾ പ്രവർത്തനം. അങ്ങനെ അവരെല്ലാവരുടെയും മുന്നിൽ നമുക്കൊരു വലിയ സ്ഥാനമുണ്ട്. ആ സ്ഥാനം നമ്മുടെ സംഘടന വളർച്ചയ്ക്കാൻ നമ്മൾ ചോദിച്ചത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് കേരളത്തിലെ ഏത് പ്രദേശത്തും മാതൃകയാക്കാവുന്നത് പട്ടാമ്പി മുനിസിപ്പാലിറ്റിയിലെ ഓട്ടോ ടാക്സി ടെമ്പോ ഡ്രൈവേഴ്സ് യൂണിയന്റെ ഈ സംഘടന ഇത്രയേറെ വളർന്നുണ്ടായി. മുനിസിപ്പൽ പ്രസിഡന്റ് C അലി അധ്യക്ഷനായിരുന്നു. യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം PP രാമചന്ദ്രൻ, പട്ടാമ്പി ഏരിയ സെക്രട്ടറി T ഗോപാലകൃഷ്ണൻ, മുനിസിപ്പൽ സെക്രട്ടറി K കൃഷ്ണകുമാർ, ഡിവിഷൻ കമ്മിറ്റി ട്രഷറർ K സതീഷ്, K സുബ്രഹ്മണ്യൻ, സുധീർ ലാൽ, KP ബഷീർ, സഹദേവൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. പട്ടാമ്പിയിലെ റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നും അഴുക്കുചാൽ നിർമ്മാണം വേഗത്തിൽ പൂർത്തിയാക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു.
സി അലിയെ പ്രസിഡന്റായും കെൻ കൃഷ്ണകുമാറിനെ സെക്രട്ടറിയായും കെ ഗോപാലകൃഷ്ണനെ ട്രഷററായും തെരഞ്ഞെടുത്തു. പട്ടാമ്പി പള്ളിപ്പുറം പാതയിലെ കരുവാൻപടിക്ക് സമീപം നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി പോസ്റ്റിലിടിച്ച അപകടം, ആളപായമില്ല. പട്ടാമ്പി പള്ളിപ്പുറം പാതയിലെ കരുവാമ്പടിക്ക് സമീപത്താണ് നിയന്ത്രണം വിട്ട മതിലിലും തുടർന്ന് ഇലക്ട്രിക് പോസ്റ്റിലും ഇടിച്ച് അപകടം സംഭവിച്ചത്. വ്യാഴാഴ്ച രാവിലെ 9 മണിയോടെയായിരുന്നു സംഭവം. മുതുവല്ല ഭാഗത്തു നിന്നും കൂറ്റനാട് ഭാഗത്തേക്ക് പോകുകയായിരുന്ന കാറാണ് നിയന്ത്രണം വിട്ട് പോസ്റ്റിലിടിച്ച് തകർന്നത്. കാറിന്റെ മുൻവശം പൂർണ്ണമായും തകർന്നു. 2 പേരാണ് കാറിൽ ഉണ്ടായിരുന്നത്. ഇവർക്ക് കാര്യമായ പരിക്കുകളില്ല. വൈദ്യുതി പോസ്റ്റ് തകർന്നു വീണതോടെ പ്രദേശത്തെ വൈദ്യുതി ബന്ധവും താറുമാറായി. തുടർന്ന് KCB അധികൃതർ എത്തിയാണ് തുടർ നടപടികൾ സ്വീകരിച്ചത്. പട്ടാമ്പിയിൽ ജനപ്രതിനിധികൾക്കായി ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AP രാമദാസ് പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കിലയുടെയും സംസ്ഥാന മിഷന്റെയും ആഭിമുഖ്യത്തിലാണ് പട്ടാമ്പിയിൽ ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികൾക്കായി ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിച്ചത്. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വെച്ചായിരുന്നു പരിശീലന പരിപാടി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AP രാമദാസ് പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന മിഷൻ എന്നുള്ള നിലയിൽ നമുക്ക് റേറ്റിടണം. അതേപോലെ തന്നെ അതിന്റെ ഫുൾ ഫോം വികസിത ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് ആജീവിക മിഷൻ ഗ്രാമീൺ എന്ന് ഉദ്ദേശിക്കുന്നത് 2047 നമ്മൾ ആർജിക്കേണ്ട പല വികസന പ്രവർത്തനങ്ങളെ കുറിച്ചാണ് നമുക്ക് ഇനി അറിവ് നേടേണ്ടത്. നിലവില് നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതി എല്ലാവർക്കും അറിയാം. ധാരാളം വീടുകളിൽ നിന്നൊക്കെ ധാരാളം ഇതിലിറങ്ങി പ്രവർത്തിച്ച് അതിൽ നിന്ന് ചില്ലറ മാറ്റങ്ങൾ, ചില്ലറ കാതലായ മാറ്റങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് 90% അതിനുള്ള പദ്ധതി ചെലവിന് നമുക്ക് അനുവദിച്ചിരിക്കുന്നത്. ഇന്ന് 60%, 60-40 സംസ്ഥാനവും എന്നുള്ള നിലയിലേക്കാണ് ഇന്ന് എത്തിയിരിക്കുന്നത്. അപ്പോ പിന്നെ അതേപോലെ തന്നെയാണ് കാർഷിക സംസ്ഥാനമായ കേരളത്തെ പോലുള്ള ഒരു സ്ഥലത്ത് ഞാറുപാക്ക്, കൊയ്ത്ത്, മെതി ഇതിനൊക്കെ കൂടി വരുന്ന സമയത്ത് 60 ദിവസത്തോളം നമ്മൾ ജോലി എടുക്കാതിരിക്കാം എന്നുള്ളൊരു കാര്യം അതിൽ കാണാനുണ്ട്. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഫൗസിയ സേദലവി, ജില്ലാ പഞ്ചായത്ത് അംഗം ഇന്ദിരാദേവി, വി അബ്ദുള്ളക്കുട്ടി, സുബ്രഹ്മണ്യൻ, മറ്റു ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവരും പങ്കെടുത്തു. ബ്ലോക്ക് പരിധിയിലെ വിവിധ പഞ്ചായത്തുകളിൽ നിന്നുമുള്ള ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ പരിശീലന പരിപാടിയിൽ പങ്കെടുത്തു. കിലെ ഫാക്കൽറ്റികൾ പരിശീലന പരിപാടിക്ക് നേതൃത്വം നൽകി. ഇതോടെ നിലയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.